ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ് സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഷീറ്റിൻ്റെയോ അല്ലെങ്കിൽ മാവിൻ്റെയോ ഒരു കാര്യമില്ല. നമുക്ക് മാവ് കുഴയ്ക്കാതെ പരത്താതെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മുട്ട കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് സ്പ്രിംഗ് റോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അടുത്തത് നമുക്കിതിനകത്തോട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തുണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മൈദപ്പൊടി എടുത്തു മാത്രം. അപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത് കപ്പിലാണോ നിങ്ങൾ മൈദ അളന്നത് അതേ കപ്പിൽ നമുക്ക് 1 കപ്പ് പാല്, ഇത് തിളപ്പിച്ച് ചൂട് ആറിയിട്ടുള്ള പാലാണ്. നമുക്ക് മിക്സിക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടില്ലാത്ത പാല് വേണമല്ലോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂടില്ലാത്ത പാല്. പിന്നെ വേണ്ടുന്നത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം, സാധാ വെള്ളമാണ്, ചൂടുവെള്ളം ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാം. കാരണം നമ്മുടെ സ്പ്രിംഗ് റോളിന് അല്ലെങ്കിൽ ആ ഒരു റോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ദോശ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഇച്ചിരി മധുരമുള്ളത് നല്ലതാണ്. അപ്പം ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ചേർക്കാനുണ്ട്. അത് ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മെൽറ്റ് ചെയ്യാതെ ഇട്ടേക്കരുത്, മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ മിക്സിയിൽ ഇതേപോലെ അടിച്ചെടുത്ത് വരിക. ഞാൻ ഈ പറഞ്ഞ അളവുകളൊക്കെ കറക്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർക്കോ അല്ലെങ്കിൽ പൊടിയിടോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ട് കിട്ടും. അപ്പം ഞാനിതൊരു ബൗളിനകത്തോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ടതാ. ഇത് ഞാൻ അതിൻ്റെ ഒരു പരുവം കാണിക്കാം കേട്ടോ. ഇതാണിതാ, ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിവിടെ വെക്കാം. ഒരു 5 മിനിറ്റെങ്കിലും, 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം ഉള്ളതിനനുസരിച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്ക് ആ ഒരു സ്പ്രിംഗ് റോളിനകത്ത് ഫില്ല് ചെയ്യാനുള്ള എഗ്ഗിൻ്റെ മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ എപ്പോഴും മണമില്ലാത്ത ഓയിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനകത്തോട്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ, അതായത് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് വാട്ടി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർക്കണം. അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സവോള, മീഡിയം സൈസായിട്ടുള്ള സവോളയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. നമുക്കിത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇച്ചിരി ഒരു ക്രിസ്പി ആയിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു സ്പ്രിംഗ് റോളിന് ഏറ്റവും രുചി. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ക്യാരറ്റാണ്. ഏകദേശം ഒരു 1/2 ക്യാരറ്റ്, ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല, 1/2 ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും നീളത്തിൽ ഈ ഒരു കണക്കിന് കനം കുറച്ചിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഇളക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു ഏകദേശം ഒരു 1/2 കപ്പ് അളവിലുള്ള ക്യാബേജ്, അതും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ബീൻസ് ചേർക്കണമെന്നുണ്ട്, ബീൻസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പച്ചക്കറികൾ ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടുത്തത് ഞാനൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് സെലറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെലറിയുടെ തണ്ട് ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ തന്നെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അത് കുരുമുളക് പൊടി തനിച്ചുള്ള ഗ്രൗണ്ട് പൊടിയല്ല, ഇച്ചിരി ക്രഷ് ചെയ്തിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉണക്കമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലി ഫ്ലേക്സ് ആണ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഞാൻ പിന്നെ ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചില്ലി സോസിന് പകരം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ വരുന്ന അളവിലുള്ള ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തന്നെ അത്യാവശ്യ രീതിയിൽ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇത് 1 2 ആവാം, കുഴപ്പമൊന്നുമില്ല, കൂടുതൽ രുചി തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് പിന്നെ ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഇത് ഉറയ്ക്കാതെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇത് ചെറുതായിട്ട് ഉറച്ച് തുടങ്ങുന്ന സമയത്ത് നടുവിൽ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറിയിലൊക്കെ ഈ ഒരു മുട്ടയുടെ കോട്ടിങ് വരും, അത് കൊള്ളത്തില്ല. മുട്ട സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക, വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക, അല്ലെങ്കിൽ എരിവ് അതൊക്കെ അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഞാനിതൊരു ബൗളിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മാവ് എന്തായി നോക്കാം. അപ്പോൾ മാവൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് മാറ്റി വയ്ക്കണം എന്ന്. ഇനി നമുക്ക് പാൻ എടുക്കാം. ഞാൻ അതേ പാൻ തന്നെയാണ്, നേരത്തെ നമ്മൾ ആ വെജിറ്റബിൾ ഉണ്ടാക്കിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ഷീറ്റ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കനം കുറച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ദോശ പോലത്തെ ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒന്ന് അല്ലെങ്കിൽ 1.5 കയ്യിൽ നമുക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കനം കുറഞ്ഞ് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒത്തിരി നേരമൊന്നും വേണ്ട, പതുക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. ഏകദേശം 1 മിനിറ്റിന് താഴെയുള്ള സമയത്തിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും. അതാണ് ഇത് ആയി എന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു എന്താ പറയുക, ആയി എന്ന് നമുക്ക് തോന്നുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഒന്ന് അകത്തി കൊടുക്കാം. എന്നിട്ട് വളരെ പതുക്കെ ഇതൊന്ന് തിരിച്ചിടുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് കനം കുറവല്ലേ, ചിലപ്പോൾ അത് നടുവേ വിണ്ടുപോരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷീറ്റൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കനവും ഇതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഷീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം അതിനായിട്ട്, അല്ലെങ്കിൽ ഒരു മാവ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് മൈദയും അതുപോലെ തന്നെ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് മാത്രമല്ല, അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു മാവ് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ്, ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ലാത്തൊരു ബാറ്ററിൽ നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അധികം അങ്ങ് പൊടിഞ്ഞു പോയി. കണ്ടോ, നല്ല റസ്ക് പൊടി പോലെ ആയിപ്പോയി, ഭയങ്കര ഒരു സ്മൂത്തായിപ്പോയി. അപ്പോൾ അത് ഞാൻ എന്തായാലും പക്ഷെ അത് വേസ്റ്റ് ആക്കുന്നൊന്നുമില്ല. ഞാൻ ഈ പൊടിയിൽ തന്നെയാണ് മുക്കി പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് ബ്രെഡ് ക്രംസ് തന്നെയാണ്, ഞാൻ മിക്സിയിൽ അടിച്ചത് കൂടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ഷീറ്റ് എടുക്കുക. പിന്നെ ഷീറ്റ് നന്നായിട്ട് തണുത്ത് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഷീറ്റ് എടുക്കുന്ന സമയത്ത് ഷീറ്റിൻ്റെ നല്ല ഭാഗം അത് താഴോട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മറുഭാഗമാണ് നമ്മൾ മേലെ ഈ ഒരു രീതിക്ക് വെക്കുന്നത്. എന്നിട്ട് ഇവിടെയാണ് ഈ ഒരു പുറത്താണ് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എഗ്ഗിൻ്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുന്നതായിരിക്കും നല്ലത്. അങ്ങനെ മടക്കിയിട്ടുണ്ട്. മടക്കി വരുമ്പം എക്സ്ട്രാ നമുക്ക് കുറച്ചിങ്ങനെ ഒട്ടിക്കാനുള്ളത് വരും. ആ ഒരു സമയത്ത് നമ്മുടെ മൈദയുടെ മിക്സിയിൽ നിന്ന് കുറച്ച് മിക്സ് ഇങ്ങനെ സൈഡുകളിലൊക്കെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒട്ടി വരും കേട്ടോ. അങ്ങനെ അത് ഒട്ടല് വിട്ടു പോരും അങ്ങനെയൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളിതൊന്ന് സ്പ്രിംഗ് റോളിൻ്റെ പോലെ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ആദ്യത്തെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 ഞാനൊന്ന് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, 4 തോന്നുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനൊന്നുമില്ല, നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മുട്ടയിലാണ് സാധാരണ മുക്കി പൊരിക്കുക. അതിന് പകരം നമ്മൾ മൈദാമാവും അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മൈദാമാവിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് പുരട്ടി എടുത്തിട്ട് എണ്ണയിൽ വറുത്ത് പോരാം. അങ്ങനെ നമ്മുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതേപോലെ മുക്കി പുരട്ടി എടുത്തത് ഇതുപോലെ നമുക്കൊന്ന് എണ്ണയിൽ ഇട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അല്ലെങ്കിൽ ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇടരുത്, നമ്മുടെ ഉള്ളൊക്കെ ഒരുപോലെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് കാരണം ആ ഒരു ഒത്തിരി അങ്ങ് വേവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇതിനകത്ത് എല്ലാം വെന്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ആ മാവ് ഒട്ടിച്ചതുകൊണ്ട് ആ മാവൊക്കെ ഒന്ന് വേവാനുള്ള അല്ലെങ്കിൽ ഒന്ന് വറുത്ത് വരാനുള്ള ഒരു സമയം മാത്രം മതി. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് വരാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ സ്പ്രിംഗ് റോൾ, എഗ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, കാരണം ഇതൊക്കെ ഒരെണ്ണം കഴിച്ചാൽ മതി. ഭയങ്കര ഫില്ലിംഗ് ആണ്. സ്കൂളിൽ ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ മാവ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തില്ലായിരുന്നോ, ആ മാവിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് ഫ്രീസറിനകത്ത് ഒരു ബോക്സിനകത്ത് വെച്ച് ഫ്രീസറിനകത്ത് നമുക്ക് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വെക്കാം. എന്നിട്ട് നമ്മൾ വറുക്കാൻ ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് അത് വറുക്കുക. അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.